ന്യൂസ് 16 കേരള. ഹമാസ് നേതാക്കളെ തുണച്ചത് തുർക്കി ഇന്റലിജൻസിന്റെ നീക്കം. നിർണായകമായത് 1800 കിലോമീറ്റർ ദൂരം പറന്ന ഇസ്രയേൽ വിമാനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചത്. ദോഹയിലെ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് ഹമാസ് നേതാക്കളെ രക്ഷിച്ചത് തുർക്കിയുടെ നിർണായക നീക്കമെന്ന് റിപ്പോർട്ട്. ദോഹയിലെ ഹമാസ് നേതൃത്വത്തെ ഉന്നമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് തുർക്കിഷ് ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ഹമാസിന് സന്ദേശം നൽകിയിരുന്നുവെന്നാണ് തുർക്കിയിലെ പ്രമുഖ മാധ്യമങ്ങൾ പറയുന്നത്. തുർക്കി ഇന്റലിജൻസിലെ ഒരു പ്രത്യേക യൂണിറ്റ് ഇസ്രയേലിന്റെ വ്യോമ നീക്കം മുഴുവൻ സമയം അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദോഹ ആക്രമിക്കുന്നതിന് മുമ്പ് ടുണീഷ്യസിന് സമീപം നാവിക വ്യൂഹത്തിനും പിന്നീട് സിറിയ, ലദാക്കിയ, ലബനൻ എന്നിവിടങ്ങളിലും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടതായി തുർക്കിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജോർദാൻ, ഇറാഖ്, സിറിയ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെ 1800 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇസ്രയേൽ 15ഓളം യുദ്ധവിമാനങ്ങൾ ദോഹയിൽ ആക്രമണം നടത്തിയതെന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുർക്കിഷ് ഇന്റലിജൻസിന്റെ കൃത്യസമയത്തെ ഇടപെടൽ ഹമാസ് നേതാക്കളെ രക്ഷിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ 6 പേർ മരിച്ചിരുന്നു. ദോഹയിലെ ജനവാസ കേന്ദ്രത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഏതു മാർഗത്തിലൂടെയുള്ള പ്രതികരണമാവും ഖത്തറിൽ നിന്നുണ്ടാവുകയെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പുറമെ ഇന്ത്യയും ചൈനയും പോലുള്ള ഏഷ്യൻ ശക്തികളും യൂറോപ്യൻ രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ച് രംഗത്തു വന്നതോടെ നയതന്ത്ര തലത്തിൽ സയനിസ്റ്റ് രാജ്യം ഒറ്റപ്പെടുകയും ചെയ്തു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.